ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കുറേ നാൾ കാത്തിരുന്ന് കാണാൻ വേണ്ടി പോകുന്നത് എമ്പുരാൻ സിനിമ കാണാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വിശേഷം. രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യും കേട്ടോ എമ്പുരാൻ കാണാൻ വേണ്ടി പോകണമെന്ന്. അപ്പോൾ ഈ 2 ദിവസം ഞങ്ങൾക്ക് പ്ലാൻ നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സീറ്റ് ഫുള്ള് ബുക്ക്ഡ് ആയിരുന്നു, നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം നമ്മൾ ഒരു കസിൻ്റെ കൂടെ പോകാൻ വിചാരിച്ചു, പക്ഷേ അന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് നമുക്ക് പോകണം എന്ന് വിചാരിച്ച് ഞങ്ങളത് ഇന്ന് കാണാൻ വേണ്ടി പോകും കേട്ടോ. ഞങ്ങളങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു പുഴയാട്ടോ. വൈകിട്ടായിരുന്നത് കൊണ്ട് തന്നെ കാണാൻ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഓണം ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴി നമ്മളിപ്പോൾ എന്തായാലും മാനന്തവാടിയിലാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മാനന്തവാടി എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ മെഷീൻസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വള്ളിയൂർക്കാവ് ഉത്സവമായിരുന്നു. ഇവിടെയാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു കേട്ടോ. ഒരാഴ്ച നീണ്ട അടുത്തോളം ഉത്സവമായിരുന്നു. എല്ലാവരും ഒരു പൊതുവെ വള്ളിയൂർക്കാവ് ഉത്സവം എന്ന് പറയുന്നത് അറിയപ്പെട്ട ഒരു ഉത്സവമാണ് കേട്ടോ വയനാട്ടിലെ. ഷോ തുടങ്ങുന്ന 5:30-ക്കാണ്, 5:45-ലാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ 5:30-ക്ക് ഇവിടെ മാനന്തവാടി എത്തിയിട്ടേ ഉള്ളൂ. മാനന്തവാടിയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ദൂരം കൂടെ പോകാനുണ്ട്. നമ്മൾ എത്തുന്നതിന് മുന്നേ ഷോ തുടങ്ങാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ച് ഫാസ്റ്റാക്കി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിക്കൊന്നും വീഡിയോ അങ്ങനെ ഒരുപാട് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നോക്കാം. അവസാനം നമ്മളിത് തിക്കിലും തിരക്കിലൊക്കെ പെട്ടിട്ട് നമ്മൾ മാനന്തവാടിയിലുള്ള ജോ സിനിമാസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ തിയേറ്റേഴ്സിലും ടിക്കറ്റ് ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ ഒരു തിയേറ്ററിൽ കുറച്ച് ടിക്കറ്റുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇത് ഞങ്ങളവിടെ എത്തിയിരിക്കുകയാണ്. മാനന്തവാടി എത്തിയിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിലുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പാർക്കിങ് ഒക്കെ ഫില്ലാട്ടോ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. ഇനി എവിടെ ഇടാനോ നേരിങ്ങനെ ഇടാന്നോ? തിരിച്ചിട്ടുണ്ടായോ? ചക്കയും മാങ്ങയൊന്നും ഇല്ലല്ലോ. ചെറിയ ചക്കയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയാട്ടോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. മുകളിലാണെങ്കിൽ ഒരു പ്ലാവാണ്. അങ്ങനെ ഞങ്ങളത് ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി വേണം ഞങ്ങൾക്ക് പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള കേട്ടോ. നമ്മുടെ ഷോ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. സ്ക്രീനിൽ മോഹൻലാൽ എമ്പുരാൻ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻ്റർവെല്ലിൽ കിട്ടുന്ന സമയത്ത് അതിനുശേഷം ഞങ്ങൾ പോയിട്ടൊരു കോഫി കുടിച്ചു കേട്ടോ. ഞാനൊരു കോഫിയും ചിക്കൻ മേടിച്ച് അങ്ങനെ കുറച്ച് നേരം കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു.
ഇറങ്ങിയപ്പോ എല്ലാവരുടെയും വായിൽ എമ്പുരാനെ എമ്പുരാനെ പാട്ടായിരുന്നു കേട്ടോ. എന്റെ വായിലും അത് വേറെ കാര്യം. ഞാൻ നോക്കിയാ അപ്പുറത്തിറങ്ങുന്ന വേറെ എമ്പുരാനെ, ഇപ്പത്തിറങ്ങുന്ന ആ പാട്ട്, എല്ലാവരും ആ പാട്ട് പാടിക്കോട്ടെ എന്റെ ഇറങ്ങുന്നത്. പിന്നെ നമ്മളെ കണ്ടത് അസൂയാണ്. എത്ര വർഷമായി ലൂസിഫർ ഇറങ്ങിയിട്ട്? 5 വർഷമായില്ലേ പ്രായം? പ്രായത്തിന്റെ ഒന്നുമല്ല, പ്രായത്തിന്റെ ആണെങ്കിൽ ലൂസിഫറിന്റെ അത് കാണാനുണ്ടാവും. പ്രായത്തിന് ഒരിക്കലും ലാലേട്ടനെ നോക്കാം. പക്ഷെ ഇത് അതെ, പണ്ട് വെച്ച് ഭയങ്കര മോഹൻലാൽ ഫാനായിരുന്നു കേട്ടോ. എന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് നോട്ട്ബുക്കില് ഞാൻ നോക്കിയപ്പോൾ പണ്ടത്തെ മോഹൻലാൽ സിനിമകളുടെ കുറെ കട്ടൗട്ട്, മീൻസ് മോഹൻലാലിന്റെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് കന്നെ കാണിച്ചു തന്നിട്ട്. അപ്പൊ പറഞ്ഞു ഭയങ്കര മോഹൻലാൽ ഫാനാണെന്നൊക്കെ പറഞ്ഞു. എനിക്കെനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവര് അങ്ങോട്ട് കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെയൊന്നും അല്ലടാ, നമുക്കിപ്പോ പോണ്ടേ. ഇറങ്ങാനായിപ്പോ അവിടെ പോയാലും കഴിക്കാൻ നമ്മളെന്തെങ്കിലും കഴിച്ചിട്ട് എന്താ ഹോട്ടലില്ല, ഹോട്ടലല്ല ഇത്, സ്പേസ് ഇല്ലല്ലേ വണ്ടിയുടെ അല്ല. ഫുഡ് കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയുള്ള വിശേഷം. അപ്പോൾ എല്ലാവർക്കും ബൈ.